ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് പി ബക്ഷിയുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എസ് പി ബക്ഷി സാറിൻ്റെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതായത് വൊക്കാബുലറി പഠിക്കാനും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനും ഒക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് എസ് പി ബക്ഷിയുടെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഇഡിയംസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഏതൊരു എക്സാമിനും 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, SSC എക്സാംസ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് പഠിക്കാൻ പോകുന്നത് എസ് പി ബക്ഷി സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, PDF നോട്ട്സിന് വേണ്ടിയിട്ട് എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ സന്ദർശിച്ചാൽ മതിയാകും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്, 100 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇഡിയം നോക്കിക്കേ, അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്സ്. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്സ്. നിങ്ങളത് വെറുതെ കേട്ട് പോകാതെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ PDF നോട്ട് ടെലിഗ്രാം ചാനലിൽ ഇടാം. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും ആ ഒരു PDF നോട്ടിനകത്ത് കാണില്ല. ജസ്റ്റ് എന്താണെന്ന് ഇഡിയംസ് എന്താണെന്നും അതിൻ്റെ മീനിങ്സും ആണ് നമ്മൾ അതിനകത്ത് ഇടുന്നത്. എക്സാമ്പിൾ കൂടെ ഉൾപ്പെടുത്തി പഠിച്ചാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് നിൽക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊരു നോട്ട്ബുക്കും ഒരു പേനയും എടുത്തിട്ട് വരിക, ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? പെർപ്ലെക്സ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ അമ്പരന്ന് പോകത്തില്ലേ, അമ്പരക്കുക അല്ലെങ്കിൽ അന്താളിച്ച് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കേട്ടോ പെർപ്ലെക്സ്ഡ് എന്ന് പറയുന്നത്. അന്താളിച്ച് നിൽക്കുക, അതാണ് എന്ത്? പെർപ്ലെക്സ്ഡ് എന്ന് പറയുന്നത്. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്സ് മീൻസ് പെർപ്ലെക്സ് മീൻസ് അമ്പരക്കുക. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. സോഹൻ വാസ് അറ്റ് ഹിസ് വിറ്റ്സ് എൻഡ് ടു ഫൈൻഡ് that his younger brother has taken poison. അതായത് സോഹൻ അമ്പരന്നു എപ്പോഴാ? അവൻ്റെ യങ്ങർ ബ്രദർ പോയിസൺ എടുത്തു അല്ലെങ്കിൽ പോയിസൺ കഴിച്ചു എന്ന് അവന് മനസ്സിലായപ്പോൾ, അവൻ അറിഞ്ഞപ്പോൾ അവൻ ആകെ അമ്പരന്ന് പോയി. ഓക്കെ, സോഹൻ വാസ് അറ്റ് ഹിസ് വിറ്റ്സ് എൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അമ്പരന്ന് പോയി അല്ലെങ്കിൽ അന്താളിച്ചു പോയി. എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എപ്പോഴാ? അവന്റെ യങ്ങർ ബ്രദർ പോയിസൺ കഴിച്ചു എന്ന് അവന് മനസ്സിലായപ്പോൾ. ഓക്കെ, അപ്പൊ അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തേക്കുക, പെർപ്ലെക്സ്ഡ് അഥവാ അന്താളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആപ്പിൾ പൈ ഓർഡർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആപ്പിൾ പൈ ഓർഡർ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഓർഡർ, എല്ലാം വളരെ നീറ്റും അടുക്കും ചിട്ടയോടും കൂടെ വെക്കുന്നതിനെയാണ് നമ്മൾ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ആപ്പിൾ പൈ ഓർഡർ? അപ്പൊ നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ. ഓൺ ദ ഈവ് ഓഫ് ഇൻസ്പെക്ഷൻ എവറിത്തിങ് വാസ് കെപ്റ്റ് ഇൻ ആപ്പിൾ പൈ ഓർഡർ. ഓൺ ദ ഈവ് ഓഫ് ഇൻസ്പെക്ഷൻ, അതായത് ഇൻസ്പെക്ഷൻ്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ്റെ തലേന്ന് എല്ലാം എന്ത് ചെയ്തു? വളരെ നീറ്റായിട്ട് നല്ല ഒതുക്കത്തോടുകൂടെ എല്ലാം കൃത്യതയോടുകൂടി അടുക്കി വെച്ചു. പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. അതാണ് ആപ്പിൾ പൈ ഓർഡർ മീൻസ് ഇൻ പെർഫെക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? അറ്റ് വൺസ് വിറ്റ്സ് ആൻഡ് മീൻസ് അന്താളിക്കുക, പെർപ്ലെക്സ്ഡ്. നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് മീനിങ് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എസ് ബക്ഷി സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. SSC എക്സാംസിനും UPSC എക്സാംസിനും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് മീനിങ് ഉൾപ്പെടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന എക്സാംസിന്, ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അടുത്ത് നോക്കിക്കേ, അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ് ഫിറ്റ് ആസ് എ ഫഡിൽ. സോറി, നോട്ട് ഫഡിൽ, ഫിഡിൽ. അറ്റ് ഫിറ്റ് ആസ് എ ഫിഡിൽ. അറ്റ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രോങ് ആൻഡ് ഹെൽത്തി, വളരെ ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നതിനാണ് ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെരി സ്ട്രോങ് ആൻഡ് ഹെൽത്തി. എക്സാമ്പിൾ നോക്കിക്കേ, ഹി ഹാസ് റിക്കവേർഡ് ഫ്രം ഇൽനസ് ആൻഡ് നൗ ഹി ഈസ് ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ. അവന്റെ അസുഖമൊക്കെ ഭേദമായി അവരിപ്പോൾ എങ്ങനെ ആയിരിക്കുന്നത്? വളരെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. ഹി ഈസ് ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫിറ്റ് ആസ് എ ഫിഡിൽ മീൻസ് വാട്ട്?
സ്ട്രോങ് ആൻഡ് ഹെൽത്തി. ഇപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? അറ്റ് വൺ സ്വീറ്റ്സ് എൻഡ്. പറഞ്ഞേ, കൂടെ പറഞ്ഞേ. പെർപ്ലെക്സ്ഡ് മീൻസ് അമ്പരക്കുക, അന്താളിക്കുക. സെക്കൻഡ് വൺ എന്താ? ആപ്പിൾ പൈ ഓർഡർ മീൻസ് പെർഫെക്റ്റ് ഓർഡർ, എല്ലാം കൃത്യതയോടുകൂടെ അടുക്കി ഒതുക്കി വെക്കുക എന്നുള്ളതാണ് ആപ്പിൾ പൈ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് മൂന്നാമത്തെ നമ്മൾ എന്താ പഠിച്ചത്? ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ്ങും ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനെയാണ് ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നെണ്ണം പഠിച്ചേ, ഉറപ്പാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത് നോക്കിക്കേ, അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ലോഗ് ഹെഡ്സ്. ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇഡിയമാണ് കേട്ടോ, പഠിച്ചു വെക്കുക. കോമൺ ആണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ലോഗ് ഹെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി അറ്റ് സ്ട്രൈഫ്. ടു ബി അറ്റ് സ്ട്രൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷണ്ട അല്ലെങ്കിൽ പിണക്കം എന്നൊക്കെ അർത്ഥമുണ്ട്. ഷണ്ട, പിണക്കം, അതാണ് സ്ട്രൈഫ് എന്ന് പറയുന്നത്. അറ്റ് ലോഗ് ഹെഡ്സ് മീൻസ് ടു ബി അറ്റ് സ്ട്രൈഫ്, ഷണ്ട, പിണക്കം. എക്സാമ്പിൾ നോക്കിയേ, ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഫിം ആർ അറ്റ് ലോഗർഹെഡ്സ് ദിസ് ഡേയ്സ്. അതായത് നമ്മുടെ ഫിമിൽ, നമ്മുടെ കമ്പനിയിലെ പാർട്ട്നേഴ്സ് ഇപ്പോൾ ഈയിടെയായിട്ട് അവർ പരസ്പരം എന്തല്ല, അത്ര നല്ല ചേർച്ചയിലല്ല, അല്ലെങ്കിൽ അവർ പിണക്കത്തിലാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഫിം ആർ അറ്റ് ലോഗർഹെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഓർക്കേണ്ടത്? അവർ പിണക്കം അല്ലെങ്കിൽ ചണ്ടയിലാണ് എന്നാണ് ഓർക്കേണ്ടത്. ടു ബി അറ്റ് സ്ട്രൈഫ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. An apple of discord. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആണ്. An apple of discord എന്ന് വെച്ച് കഴിഞ്ഞാൽ cause of quarrel. അതായത് ഒരു ചണ്ട ഉണ്ടാകാൻ അല്ലെങ്കിൽ വഴക്കുണ്ടാകാനുള്ള കാരണം, അതാണ് an apple of discord എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Apple of discord means cause of quarrel ആണ്. At loggerheads means ചണ്ടയിൽ ഇരിക്കുക. An apple of discord എന്ന് വെച്ച് കഴിഞ്ഞാൽ ചണ്ടയിൽ ഇരിക്കാൻ ഒരു കാരണം ഉണ്ടാവത്തില്ലേ, ആ കാരണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? An apple of discord എന്ന് പറയുന്നത്. എന്താണ് an apple of discord എന്ന് പറയുന്നത്? ഓക്കെ, cause of quarrel. എക്സാമ്പിൾ നോക്കിക്കേ, ancestral property is an apple of discord between two sisters. Ancestral property is an apple of discord between two sisters. Ancestral property എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് അറിയാം, തലമുറയായിട്ട് കൈമാറി വരുന്ന സ്വത്ത് എന്ന് പറയത്തില്ലേ, അതാണ് ancestral property കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തലമുറയായിട്ട് കൈമാറി വരുന്ന സ്വത്ത് എന്ന് പറയുന്നത് രണ്ട് സിസ്റ്റേഴ്സിന്റെ ഇടയിൽ എന്താ, it becomes an apple of discord. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് തമ്മിൽ വഴക്ക് കൂടാനുള്ളൊരു കാരണമായിട്ട് നിലനിൽക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ancestral property is an apple of discord between two sisters. An apple of discord means cause of quarrel. ഓക്കെ, വഴക്കുണ്ടാകാനുള്ള കാരണം. ഓക്കെ, അടുത്ത ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട അടുത്തൊരു ഇഡിയമാണ് അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറയുന്നത്. അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ, ടു ഹാവ് ബിറ്റർ enmity. To have bitter enmity എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതിയായ ശത്രുത, അതായത് വളരെ വളരെ എന്താണ്, വളരെ ശത്രുക്കളായിട്ടിരിക്കുന്നത്, അതായത് അതിയായ ശത്രുത, അതാണ് ഡാഗേഴ്സ് ഡ്രോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡാഗേഴ്സ് ഡ്രോൺ. The quarrel between two brothers has grown more bitter now and they are at daggers drawn. അതായത് രണ്ട് സഹോദരങ്ങൾ തമ്മിൽ, രണ്ട് ബ്രദേഴ്സുകൾ തമ്മിലുള്ള വഴക്കെന്ന് പറയുന്നത് വളരെ വളരെ എന്താണ്, സ്ഥിതി വഷളായിട്ടിരിക്കുകയാണ്. ആൻഡ് ദേ ആർ അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ, അവർ അതിയായ ശത്രുതയിൽ ഇരിക്കുകയാണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ മനസ്സിലായല്ലോ. അറ്റ് ലോഗർഹെഡ്സ് എന്താണ്? ടു ബി അറ്റ് സ്ട്രൈഫ്, ഷണ്ട, പിണക്കം. An apple of discord means ഷണ്ടയ്ക്കുള്ള കാരണം, cause of quarrel. അടുത്ത at daggers drawn means to have bitter enmity. To have bitter enmity means അതിയായ ശത്രുത. The quarrel between the two brothers has grown more bitter now and they are at daggers drawn. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ 6 പക്കയായിട്ട് പഠിച്ചു കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, അറ്റ് സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അപ്ലൈ ടു എ പേഴ്സൺ കൺഫ്യൂസ്ഡ്. അതായത് എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല, അതാണ് അറ്റ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ കൺഫ്യൂഷൻ, എന്ത് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ, അതാണ് അങ്ങനെ ഒരു അവസ്ഥേനെയാണ് നമ്മൾ അറ്റ് സി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. മൈ സിസ്റ്റർ ഈസ് quite at sea in maths. She can't solve a single problem. അതായത് എൻ്റെ സിസ്റ്ററിന് മാത്സ് എന്ന് പറഞ്ഞ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവളിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയോ എന്താ ഞാൻ ചെയ്യുക, എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായി പോകും. She can't solve a single problem. അവൾക്ക് ഒരു പ്രോബ്ലം പോലും ചെയ്യാൻ
കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അതാണ് എന്ത് അറ്റ് സീ എന്ന് പറയുന്നത്, അറ്റ് സീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറ്റ് സീ മീൻസ് അപ്ലൈ ടു എ പേഴ്സൺ കൺഫ്യൂസ്ഡ്, എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ് കേട്ടോ. അതാണ് അറ്റ് സീ എന്ന് പറയുന്നത്. അടുത്തത് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. നമ്മളിത് മലയാളത്തിൽ പഠിക്കുന്നതാണ്. എന്താണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയത്തില്ല, എരുതിയിൽ എണ്ണ ഒഴിക്കുക. അതായത് എരുതിയിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആളിക്കത്തും അല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ മീൻസ് ടു മേക്ക് മാറ്റർ വേഴ്സ്, അതായത് സ്ഥിതി വഷളാക്കുക. ആകപ്പാടെ വഷളായിട്ടിരിക്കുകയാണ്, അതിനെ കൂടുതൽ വഷളാക്കുക. അതാണ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയുന്നത്, സ്ഥിതി വഷളാക്കുക. Okay, the attempt to suppress the agitation of the strikers only added fuel to the flame. അതായത് എന്താണ് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പണി മുടക്കുന്ന ആൾക്കാർ, അവരെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുക, അവരെ പിടിച്ചു വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആഡഡ് ഫ്യൂവൽ ടു ദ ഫ്ലെയിമിന് തുല്യമാണ്, സ്ഥിതി കൂടുതൽ വഷളാകാനേ കാരണമാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ആഡ് ഫ്യൂവൽ ടു ദ ഫയർ മീൻസ് ടു മേക്ക് മാറ്റർ, എന്തെങ്കിലും ഒരു സ്ഥിതിയെ എന്താക്കുക, വേഴ്സ് ആക്കുക, മീൻസ് വഷളാക്കുക, കൂടുതൽ പ്രശ്നത്തിലേക്ക് വലിച്ച് കൊണ്ടിടുക എന്നതാണ് കേട്ടോ. അപ്പൊ അറ്റ് സീ മീൻസ് അപ്ലൈ ടു എ പേഴ്സൺ കൺഫ്യൂസ്ഡ്. കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ് അറ്റ് സീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ മീൻസ് സ്ഥിതിയെ വളരെ മോശമാക്കുക, ടു മേക്ക് മാറ്റർ വേഴ്സ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. At 6s and 7s, at 6s and 7th എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ ഡിസോർഡർ. നമ്മൾ ആദ്യം പഠിച്ചപ്പോഴത്തേക്കും ആപ്പിൾ പൈ ഓർഡർ പഠിച്ചു അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആപ്പിൾ പൈ ഓർഡർ മീൻസ് ഇൻ പെർഫെക്റ്റ് ഓർഡർ, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതിനാണ് നമ്മൾ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ, അറ്റ് 6s and 7s എന്ന് പറയുമ്പോൾ ഇൻ ഡിസോർഡർ, എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത് തന്നെയാണ് അറ്റ് 6s and 7s കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അറ്റ് 6s and 7s? There was a robbery in our office. Everything was at 6s and 7s. അപ്പൊ എൻ്റെ ഓഫീസിൽ എന്താണ്, ഒരു കവർച്ച നടന്നു. റോബറി മീൻസ് നിങ്ങൾക്ക് അറിയാം, കവർച്ച, ഒരു കവർച്ച നടന്നു. കവർച്ച അറിയാമല്ലോ, എല്ലാം എന്താകും, എല്ലാം വാരി വലിച്ചിട്ടിട്ടായിരിക്കും അവർ പോവുക അല്ലേ. ഓക്കെ, കള്ളൻ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ എവറിത്തിങ് വാസ് അറ്റ് 6s and 7s, എല്ലാം എന്താ ഡിസോർഡറിലായി കിടക്കുകയാണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അറ്റ് 6s and 7s മീൻസ് ഇൻ ഡിസോർഡർ. അറ്റ് 6s and 7s മീൻസ് എന്താണ്, ഇൻ ഡിസോർഡർ. അടുത്ത നിങ്ങൾ നോക്കിക്കേ, ആർഗസ് ഐഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർഗസ് ഐഡ് എന്ന് പറയാം. ആർഗസ് ഐഡ് മീൻസ് കെയർഫുൾ ആൻഡ് ഒബ്സർവൻറ്റ്. അതായത് കെയർഫുൾ ആൻഡ് ഒബ്സർവൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ എന്താണ്, വളരെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ജാഗ്രത പുലർത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർഗസ് ഐഡ് എന്ന് പറയുന്നത്. വളരെ കെയർഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ആർഗസ് ഐഡ് എന്ന് പറയുന്നത്. ആസ് എ പൊളിറ്റീഷ്യൻ ഹീസ് ആർഗസ് ഐഡ് ആൻഡ് നെവർ ഓവർലുക്സ് ഈവൻ എ സ്മോൾ മാറ്റർ. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അതീവ ജാഗ്രത പാലിക്കുന്നയാളാണ് അയാള്. എന്താണ്, ഒരു ചെറിയ മാറ്റർ അല്ലെങ്കിൽ ചെറിയൊരു കാര്യം പോലും അയാൾ എന്ത് ചെയ്യുന്നില്ല, അവഗണിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ആർഗസ് ഐഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. ആർഗസ് ഐഡ് മീൻസ് വളരെയധികം ജാഗ്രത പുലർത്തുന്ന ആൾ അല്ലെങ്കിൽ വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കുന്ന ആളിനെയാണ് നമ്മൾ ആർഗസ് ഐഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് മീൻസ് പെർപ്ലെക്സ്ഡ്, അമ്പരക്കുക അല്ലെങ്കിൽ അന്താളിച്ച് നിൽക്കുക. അടുത്ത് ആപ്പിൾ പൈ ഓർഡർ മീൻസ് പെർഫെക്റ്റ് ഓർഡറിനെയാണ് നമ്മൾ ആപ്പിൾ പൈ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് as fit as a fiddle മീൻസ് വളരെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനെയാണ് as fit as a fiddle എന്നുകൊണ്ട് പറയുന്നത്. അടുത്ത് അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ടു ബി അറ്റ് സ്ട്രൈഫ് എന്ന് വെച്ചാൽ എന്താ, വളരെ പിണക്കത്തോടുകൂടി ഇരിക്കുന്ന, വളരെ ചണ്ട കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് മീൻസ് കോസ് ഓഫ് കോറൽ, ദാറ്റ് മീൻസ് പിണക്കം ഉണ്ടാകാനുള്ള കാരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. അ ഡാഗേഴ്സ് ഡ്രോൺ മീൻസ് ടു ഹാവ് ബിറ്റർ എൻമി, മീൻസ് അതിയായ ശത്രുതേനെയാണ് നമ്മൾ അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത അറ്റ് സീ മീൻസ് അപ്ലൈ ടു എ പേഴ്സൺ കൺഫ്യൂസ്ഡ്, എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് അറ്റ് സീ എന്ന് പറയുന്നത്. അടുത്ത് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ മീൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ടു മേക്ക് മാറ്റർ വേർഡ്സ് മീൻസ് സ്ഥിതി വഷളാക്കുന്നതിനെയാണ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അറ്റ് 6s and 7s മീൻസ് ഇൻ ഡിസോർഡർ, എല്ലാം ഡിസോർഡർ ആക്കി വെക്കുന്നതിനെയാണ് നമ്മൾ അറ്റ് 6s and 7s കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ആർഗസ് ഐഡ് മീൻസ് വെരി കെയർഫുൾ ആൻഡ് ഒബ്സർവൻറ്റ് പേഴ്സണെയാണ് നമ്മൾ ആർഗസ് ഐഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു.
താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ PDF നോട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജു എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിലേക്ക് കയറുക കേട്ടോ. എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജു എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിലോട്ട് വായോ. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൻ്റെ PDF നോട്ട്സ് കിട്ടും കേട്ടോ. PDF നോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അത് ഫോളോ ചെയ്തോളൂ. പക്ഷേ വീഡിയോ ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ കൂടുതൽ സഹായിക്കുന്നത് കേട്ടോ. സോ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് വരുന്നുണ്ട്. 10 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ 100 idioms പഠിച്ചു തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.